ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുടി കൊഴിച്ചിലിനും മുടി വളർച്ചയ്ക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഇതുപോലുള്ളൊരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് ഈ കറ്റാർ വാഴയുടെ ഒരു തണ്ട് നമുക്ക് ആവശ്യമാണ്. ഞാനൊരു തണ്ട് ഇത് മുറിച്ചെടുക്കട്ടെ. ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഒരു തണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലൊരു തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം ഇങ്ങനെ വെച്ചെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കറയൊക്കെ ഇങ്ങനെ പോകണം. അത് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിന്ന് ജെല്ലെടുത്തിട്ട് വെളിച്ചെണ്ണ മുറുക്കാനായിട്ട്. എണ്ണ കാച്ചാനായിട്ടേ ഞാൻ നമ്മുടെ വീട്ടിലെ നീലാമരിയുടെ കുറച്ച് ഇലയും കൂടി എടുക്കുന്നുണ്ട്. ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കണ്ട, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കൊപ്ര ഉണക്കി ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണയാണ്. അത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. കൂടാതെ 25 ഗ്രാം കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 50 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. 7 ഗ്രാം നീലാമരിയുടെ ഇല എടുത്തിട്ടുണ്ട്. അതേപോലെ 7 ഗ്രാം റോസ്മേരി ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ അതിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു തണ്ട് കറ്റാർ വാഴയും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കറിയൊക്കെ പോയി നല്ല കറ്റാർ വാഴയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ചെത്തി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഹെയർ ഓയിൽ തയ്യാറാക്കാം. കണ്ട, ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കറ്റാർ വാഴ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ തയ്യാറാക്കാം. ഇതുകൂടാതെ ഞാൻ ഒരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കി വച്ചിരിക്കുന്ന കുരുമുളകാണ്. ഒരു 10 കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതേപോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഈ ചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലത്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കിലോ വെളിച്ചെണ്ണ എടുത്ത് വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം 250 ഗ്രാം നല്ലെണ്ണയും 250 ഗ്രാം വെളിച്ചെണ്ണയും കൂടിയിട്ട് യോജിപ്പിച്ച് നമുക്ക് ഇതേപോലെ ഹെയർ ഓയിൽ തയ്യാറാക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കറ്റാർ വാഴ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ട, ഈ കറ്റാർ വാഴ ഒന്ന് തിളച്ച് കണ്ട, ഈ തണ്ടൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 50 ഗ്രാം ഉലുവ അതിട്ട് കൊടുക്കാം. കണ്ട, 50 ഗ്രാം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 25 ഗ്രാം കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 കുരുമുളകും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളകൊക്കെ ഇടുന്നത് നമുക്ക് വല്ല നീർക്കെട്ടോ ജലദോഷമോ ഒന്നും വരാതിരിക്കാനായിട്ട് ആണ് ഈ കുരുമുളക് ഇട്ടെടുക്കുന്നത്. ഈ ഹെയർ ഓയിൽ മുടി കൊഴിച്ചിലിനും മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. ഈ ഉലുവയും കരിഞ്ജീരകമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ.
ഈ ഓയിലും എൻ്റെ മോള് പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ഈ ഓയിൽ തയ്യാറാക്കുന്നത്. അവർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ റോസ്മേരിയും ഇതൊക്കെ ഉലുവയും കരിഞ്ചീരകം ഇട്ടിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഹെയർ ഓയിൽ. അവർക്ക് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് ഉള്ളത്. ഇതൊന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് നീലാമരി ഇട്ട് കൊടുക്കണം. കണ്ട, ഇതിലേക്ക് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കറ്റാർവാഴയും കരിഞ്ചീരകവും ഉലുവ ഇതിൻ്റെയൊക്കെ സത്ത് ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ കളറ് മാറി വരുന്നുണ്ട്. എന്താ കറ്റാർവാഴ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ 7 ഗ്രാം നീലാമരിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇതിൽ കിടന്നിട്ട് മൂക്കട്ടെ. ഈ നീലമരി നല്ല മുടിക്ക് നല്ല കളറും കരുത്തൊക്കെ കിട്ടാനായിട്ട് ഈ നീലമരി വളരെ നല്ലതാണ്. ഇത് ഈ നീലാമരിയുടെ തൈയൊക്കെ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു ചട്ടിയിൽ വെച്ചുണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് ഇതേപോലെ ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ നീലാമരി നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ പൊട്ടിച്ചെടുക്കാം. ഈ ഓയിൽ ആഴ്ചയിൽ 3-4 ദിവസം നമുക്ക് തേക്കാവുന്നതാണ്. ആ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള താളിയോ അതേപോലെ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയണം. എണ്ണ തലയിലിരിക്കുന്നത് നല്ലതല്ല. അത് ഏത് ഹെയർ ഓയിൽ തേച്ചാലും ഇതേപോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പുകളൊക്കെ ഉപയോഗിച്ച് കഴുകി നമ്മുടെ മുടി എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇത് മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി കൊഴിച്ചിലിനും നല്ല കളർ ഉണ്ടാവാനൊക്കെ നല്ല ഒരു ഹെയർ ഓയിലാണിത്. കണ്ട, നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും അതേപോലെ കറ്റാർവാഴ നീലാമരി ഒക്കെ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ട, അപ്പം അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. കണ്ട, അത് വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി വന്ന് കണ്ട ഒരു ഗ്രീൻ കളറായിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക്. കണ്ട, ഇതൊന്നും കൂടി ഒന്ന് മൂക്കട്ടെ. കറ്റാർവാഴയൊക്കെ നന്നായിട്ട് മൂത്തതിലെ വെള്ളമൊക്കെ വറ്റി ഇതിനെ പാദ്യമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 7 ഗ്രാം റോസ്മേരി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇട്ട് കൊടുത്ത നേരത്ത് വീഡിയോ ഒന്ന് ഓഫായിപ്പോയി. ഞാൻ 7 ഗ്രാം റോസ്മേരിയുടെ ലീഫും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത സമയത്താണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ട, നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ട, നല്ല ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഹെയർ ഓയിൽ തയ്യാറായിട്ടുണ്ട്. ഹെയർ ഓയിൽ ചെയ്യുമ്പോഴേ നമ്മൾ ഇതിൻ്റെ ഈ റോസ്മേരിയും കറ്റാർവാഴയും അതുപോലെ കരിഞ്ചീരകം ഉലുവ ഇതൊന്നും നമ്മൾ ഈ ഓയിലിൽ നിന്ന് അരിച്ച് മാറ്റണില്ല. ഇത് ഈ ഓയിലിൽ തന്നെ കിടന്ന് ഇതിൻ്റെ എല്ലാ സത്തുകളും ആ ഓയിലിലേക്ക് ഇറങ്ങി വരും. നമുക്കതെടുത്തിട്ട് ആഴ്ചയിൽ 4 ദിവസം തലയിൽ നന്നായി തേച്ച് കൊടുത്തിട്ട് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. കണ്ടത് നല്ല സ്മെല്ലാണ് ഇവിടെ, കരിഞ്ജീരകത്തിൻ്റെയും റോസ്മേരിയുടെ ഒക്കെ സ്മെല്ല്. ഈ റോസ്മേരിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് നാൾ മുന്നേ വൈറലായിട്ടുള്ളൊരു ഐറ്റമാണ് റോസ്മേരി. ഇത് മുടി കൊഴിച്ചിലിനൊക്കെ വളരെ നല്ലതാണ്.
മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനൊക്കെ വളരെ നല്ല ഒരു ചെടിയാണ് റോസ്മേരി. കണ്ട ഓയിലിൻ്റെ കളറ് ഇതേപോലെ ലൈറ്റ് ഗ്രീൻ കളറായിട്ടുണ്ട്. ഇതാ നീലാമരിയൊക്കെ കൂടിയപ്പോൾ ഇതേപോലെയുള്ള കളറായത്. ഇത് കണ്ട ഇത് ഈ ചട്ടിയിൽ ചൂടാറിന വരെയും ഈ ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കട്ടെ. കണ്ട എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ 6 ഐറ്റംസ് ഓയിലടക്കം 6 ഐറ്റംസ് ചേർത്തിട്ട് ഇതേപോലെയുള്ളൊരു ഹെയർ ഓയിൽ തയ്യാറാക്കിയത്. കണ്ട മുടി വളർച്ചയ്ക്കും മുടിയുടെ കൊഴിച്ചിലിനും മുടിക്ക് നല്ല കളർ ഉണ്ടാവാനും ഒക്കെ നല്ല ഒരു ഓയിലാണ് ഈ ഹെയർ ഓയിൽ. ഇതേപോലെ ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കി നോക്കി തേച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1 മാസമെങ്കിലും തേച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അതേപോലെ ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.